ക്വിസ് ആൻഡ് ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് 6ഓളം വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. 6 വീഡിയോസും നമ്മൾ ക്ലാസ് എടുക്കുന്നത് പോലെയാണ് എടുത്തിരിക്കുന്നത്. ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റിവിഷൻ പോലെയാണ്. പെട്ടെന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും പറഞ്ഞു പോകുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് ഉറപ്പുവരുത്തുക. ഇമ്പോർട്ടൻ്റ് ആയ ബേസിക് ആയ ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഥവാ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ കാണാതെ നമ്മുടെ മറ്റ് വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അതിലെല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ റിവിഷൻ മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾക്കപ്പോൾ ഇനി വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ മറ്റ് വീഡിയോസ്, പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട മറ്റ് വീഡിയോസ് കണ്ട ശേഷം മാത്രം ഒരു റിവിഷൻ പോലെ ഈ വീഡിയോ കാണുക. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏതാണ്? ഇതിന്റെ ശരിയായ ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം പെരിയാർ വന്യജീവി സങ്കേതം. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏതാണ്? ഇതിന്റെ ശരിയായ ഉത്തരം നെയ്യാറാണ്. കേരളത്തിലെ ഒരേ ഒരു ലയൺ സഫാരി പാർക്ക് നെയ്യാറാണ്. മൂന്നാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള കോമൺ ആയ ഒരു ചോദ്യമാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല? ഇതിന്റെ ശരിയായ ഉത്തരം ആലപ്പുഴ ജില്ലയാണ്. വീഡിയോയിലെ നാലാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല? ഏറ്റവും കുറവ് വനഭൂമിയുള്ളത് ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഇടുക്കി ജില്ലയാണ്. 2026 പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ സമകാലിക പ്രസക്തിയുള്ള ചോദ്യമാണ്, ഓർത്തിരിക്കുക. വളരെ എളുപ്പമുള്ള ചോദ്യമാണ് അടുത്തത്. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ജൂൺ 5 വേൾഡ് എൻവിറോൺമെന്റൽ ഡേ അല്ലെങ്കിൽ ലോക പരിസ്ഥിതി ദിനം. വീഡിയോയിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി മണ്ണിരയാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം മണ്ണിര. അടുത്ത ചോദ്യം ഇതാണ്, കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഇതിന്റെ ശരിയായ ഉത്തരം ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രമാണ്. ഇത് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രത്തിന്റെ പേര് ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം. അടുത്ത ചോദ്യം, കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ഏതാണ്? കേരളത്തിന്റെ ഒഫീഷ്യൽ ഫ്രൂട്ട് ഏതാണ്? ഇതിന്റെ ശരിയായ ഉത്തരം ചക്ക അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ട് ആണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ചക്ക. അടുത്ത ചോദ്യം, കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? കേരളത്തിന്റെ ഒഫീഷ്യൽ ഫ്ലവർ ഏതാണ്? നമ്മളെല്ലാവരും വിഷുവിന് കണി വെക്കാൻ ഉപയോഗിക്കുന്ന കണിക്കൊന്ന അല്ലെങ്കിൽ ഗോൾഡൻ ഷവർ ഫ്ലവർ ആണ് നമ്മുടെ കേരളത്തിന്റെ ഒഫീഷ്യൽ ഫ്ലവർ അല്ലെങ്കിൽ ഔദ്യോഗിക പുഷ്പം. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? ഇത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കേരങ്ങളുടെ നാട് എന്നാണ് കേരളം അറിയപ്പെടുന്നത്. ഉത്തരം കോക്കനട്ട് ട്രീ അല്ലെങ്കിൽ തെങ്ങ് എന്നാണ് കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം. അടുത്തത്, കേരളത്തിന്റെ സംസ്ഥാന മൃഗം ഏതാണ്? കേരളത്തിന്റെ ഒഫീഷ്യൽ ആനിമൽ ഏതാണ്? ശരിയായ ഉത്തരം ആനയാണ്. എലിഫന്റ് ആണ് ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം, കേരളത്തിന്റെ സംസ്ഥാന പക്ഷി, കേരളത്തിന്റെ ഒഫീഷ്യൽ ബേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം മലമുഴക്കി വേഴാമ്പലാണ്. ഇംഗ്ലീഷിൽ ഇതിനെ ഗ്രേറ്റ് ഹോൺബിൽ എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ 44 നദികളുണ്ടെന്ന് നമുക്കറിയാം. അതിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏത്? ഉത്തരം കാസർഗോഡ് ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ്. 12 നദികളാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ അല്ലെങ്കിൽ നാഷണൽ പാർക്കുള്ള ജില്ല ഏതാണ് എന്നാണ്? ഇതിന്റെ ശരിയായ ഉത്തരം ഇടുക്കി ജില്ലയാണ്. കേരളത്തിൽ ആകെ 6 നാഷണൽ പാർക്കാണ് ഉള്ളത്. അതിൽ 4 എണ്ണവും ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇടുക്കി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ് എന്നാണ്? ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. 1936 ഇത് സ്ഥാപിതമായത് എന്നുകൂടി ഓർത്തിരിക്കുക. ഈ ചോദ്യത്തിന്റെ ഉത്തരം ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. അടുത്ത ചോദ്യം, ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ശരിയായ ഉത്തരം ഡോക്ടർ സാലിം അലിയാണ്. ഡോക്ടർ സാലിം അലിയുടെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം. അടുത്ത ചോദ്യം, ജന്തുക്കളെയും സസ്യങ്ങളെയും ഭക്ഷിക്കുന്ന ജീവികളെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഇതിന്റെ ശരിയായ ഉത്തരം ഓംനിവോറസ് ആനിമൽസ് എന്നാണ്. ജന്തുക്കളെയും സസ്യങ്ങളെയും ഇവർ ഭക്ഷിക്കും.
മറ്റു ജന്തുക്കളെ ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരെന്താണ്? മറ്റു ജന്തുക്കളെ, അതായത് ജീവിക്കാൻ വേണ്ടി മറ്റു ജന്തുക്കളെ ഭക്ഷിക്കുന്ന ജീവികളെ പറയുന്ന പേര് കാർണിവോറസ് ആനിമൽസ് എന്നാണ്. കാർണിവോറസ് ആനിമൽസ് എന്നാണ് നമ്മൾ അവരെ വിളിക്കാറ്. അടുത്തത് സസ്യങ്ങൾ അഥവാ പ്ലാന്റ് മാത്രം കഴിച്ച് ജീവിക്കുന്ന ആനിമൽസിനെ പറയുന്ന പേരെന്താണ്? സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര് ഹെർബിവോറസ് ആനിമൽസ് എന്നാണ്. ഹെർബിവോറസ് ആനിമൽസ് എന്നാണ് ഇവയെ വിളിക്കാറ്. അപ്പോൾ ഹെർബിവോറസ്, ഓംനിവോറസ്, കാർണിവോറസ് ഇത് മൂന്നും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു റിവിഷൻ ക്ലാസ്സിലൂടെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം എളുപ്പമുള്ള ബേസിക് ആയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സിനെ നമ്മൾ ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ചോദ്യങ്ങളെല്ലാം പഠിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. അത് ഉപയോഗിച്ച് എളുപ്പത്തിൽ റിവൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.